പാകിസ്ഥാനോട് കോൺഗ്രസുകാർക്ക് ഒരു പ്രത്യേക താല്പര്യമുണ്ടെന്ന് പല തവണകളിലായി തെളിയിച്ച കാര്യമാണ്. തിരിച്ച് പാകിസ്ഥാനും അങ്ങനെ തന്നെയാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യരുടെ പരാമർശം വിവാദമായത് അതിനൊരു ഉദാഹരണമായിരുന്നു. ഇന്ത്യ പാകിസ്ഥാനെ ബഹുമാനിക്കണം, അവരുടെ പക്കൽ ആണവായുധം ഉണ്ടെന്ന കാര്യം മറക്കരുതെന്നും അയൽ രാജ്യത്തെ ബഹുമാനിച്ചില്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നായിരുന്നു നേതാവിൻ്റെ വാക്കുകൾ. അന്നത് വെറുതെ പറഞ്ഞു പോയതല്ല. ഏറെ വിവാദങ്ങൾക്ക് വഴി തെളിയിച്ച ഈ പരാമർശങ്ങൾ ആരും മറന്നിട്ടുണ്ടാകില്ല. ഇപ്പോഴിതാ പാകിസ്ഥാനോടുള്ള കോൺഗ്രസ് പ്രണയത്തിന് അടുത്ത ഉദാഹരണവും എത്തിയിരിക്കുന്നു. 30 വെള്ളിക്കാശിനു വേണ്ടി ഈശോയെ ഒറ്റുകൊടുത്ത യൂദാസിനെ പോലെ ഒരു പഴക്കൂടയിൽ സ്വരാജ്യത്തെ ചതിക്കുവാനുള്ള സമ്മാനപ്പൊതി ശത്രുരാജ്യം രാഹുൽ ഗാന്ധിക്ക് സമ്മാനിച്ചിരിക്കുവാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഉത്തർപ്രദേശിലെ മാമ്പഴങ്ങളെ ഇഷ്ടമില്ലാത്ത രാഹുലിന് പാകിസ്ഥാനിലെ മാമ്പഴങ്ങളോടുള്ള പ്രിയത്തിൻ്റെ കാരണം എന്താണ്? ഉത്തർപ്രദേശിലേക്കാൾ ആകർഷകമാകാൻ പാകിസ്ഥാനിലെ മാമ്പഴത്തിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? പ്രതിപക്ഷ നേതാവിനുള്ള പാകിസ്ഥാൻ്റെ മാമ്പഴക്കൂടയിലുള്ള നയതന്ത്രം എന്താണ്? കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി സോഷ്യൽ മീഡിയയിൽ വലിയ വിവാദങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്നാണ് രാഹുൽ ഗാന്ധിക്ക് പാകിസ്ഥാൻ എംബസിയിൽ നിന്ന് കൊടുത്തയച്ച പഴക്കൂടയുമായി ബന്ധപ്പെട്ട വാർത്തകൾ. രാഹുൽ ഗാന്ധിക്ക് മാത്രമല്ല, ഇന്ത്യ സഖ്യത്തിലെ മറ്റ് 7 എംപിമാർക്കും ഈ കഴിഞ്ഞ ദിവസം നയതന്ത്ര സൗഹൃദത്തിൻ്റെ ഭാഗമായി പാകിസ്ഥാനിൽ നിന്ന് പഴക്കൂട എത്തിയിരുന്നു. രാഹുൽ ഗാന്ധിക്ക് പുറമെ രാജ്യസഭാ മെമ്പറായ കപിൽ സിബലിനും കേരളത്തിൽ നിന്നുള്ള എംപിയായ ശശി തരൂരിനും സമാജ്വാദി പ്രതിനിധികളായ മൊഹിബുള്ള സദ്വിക്കും സിയാവൂർ റഹ്മാൻ ബർഗിനും ഇക്ര ഹസൻ അടക്കമുള്ള പ്രതിപക്ഷ സഖ്യത്തിലെ ചില നേതാക്കൾക്കുമാണ് ഇത്തരത്തിൽ ദുരൂഹമായ ഒരു സമ്മാനപ്പൊതി ലഭിച്ചത്. ഇത്തരത്തിൽ ലഭിച്ച കൂടകളിൽ മാമ്പഴങ്ങൾ മാത്രമാണോ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നതൊക്കെ അജ്ഞാതമാണെന്ന വിമർശനം പരക്കെ പ്രചരിക്കുന്നുണ്ട്. എല്ലാം ഒരു നിഗൂഢതകളിലാണ്. ഈ സംശയങ്ങൾക്കും നിഗൂഢതകൾക്കും പിന്നിലും ഒരു കാരണമുണ്ട്. കഴിഞ്ഞ ദിവസമാണ് രാഹുൽ ഗാന്ധി തനിക്ക് ഉത്തർപ്രദേശിൽ നിന്നുള്ള മാമ്പഴങ്ങൾ ഇഷ്ടമല്ല എന്ന് പറഞ്ഞത്. അതേ രാഹുൽ ഗാന്ധിക്ക് പാകിസ്ഥാൻ എംബസി സമ്മാനിച്ച മാമ്പഴങ്ങൾ ലഭിച്ചിരിക്കുന്നു. ഇനിയും എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേക ഇഷ്ടങ്ങളെന്ന് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയേ മതിയാകൂ. ഇതിനൊപ്പം തന്നെ സാമൂഹിക മാധ്യമങ്ങളിൽ ഒരു പാകിസ്ഥാനി പുസ്തകത്തിൻ്റെ ഉള്ളടക്കം പ്രചരിക്കുന്നുണ്ട്. മുഹമ്മദ് ഹനീഫ് എന്ന പാകിസ്ഥാൻ എഴുത്തുകാരൻ 2008 രചിച്ച എ കേസ് ഓഫ് എക്സ്പ്ലോഡിംഗ് മാംഗോസ് എന്ന കോമിക് നോവൽ. 1988 പാകിസ്ഥാന്റെ പ്രസിഡന്റായിരുന്ന മുഹമ്മദ് സിയാഉൽ ഹക്കിന്റെ മരണത്തിന് കാരണമായ വിമാന അപകടമാണ് അതിൽ പ്രതിപാദിക്കുന്നത്. പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലുള്ള പഞ്ചാബിലെ ഭവൽപൂരിലെ ഒരു ടാങ്ക് പരേഡ് കണ്ടതിന് ശേഷം C-130 എന്ന ഹെർക്കുലീസ് എയർക്രാഫ്റ്റിലാണ് പ്രസിഡന്റ് മടങ്ങുന്നത്. അകമ്പടിയായി പാകിസ്ഥാനിലെ US അംബാസിഡറായ അർണോൾഡ് റാഫേലും സേനയിലെ ഉന്നത ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. അവർക്കൊപ്പം കുറച്ച് മാമ്പഴങ്ങളടങ്ങിയ പഴക്കൂടകളും. ടേക്ക് ഓഫിന് ശേഷം പെട്ടെന്ന് വിമാനത്തിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയും തകർന്നു വീഴുകയുമായിരുന്നു. ഈ പ്രചാരണത്തിലെ പഴക്കൂടകളുമായാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ലഭിച്ച പഴക്കൂടുകൾ വ്യാഖ്യാനിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ എംബസിയിൽ നിന്ന് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവിന് അജ്ഞാതമായ പഴക്കൂടുകൾ വരുമ്പോൾ സംശയമുയരുന്നത് സ്വാഭാവികമാണ്. ഒപ്പം ഇത്രയധികം പ്രതിനിധികളുള്ള ഇന്ത്യ സഖ്യത്തിലെ തെരഞ്ഞെടുത്ത 7 പേർക്കായി മാത്രം പഴക്കൂടുകൾ സമ്മാനിച്ചതിന് പിന്നിലെ പാകിസ്ഥാനി നയതന്ത്രം എന്തായിരിക്കുമെന്നത് സമൂഹ മാധ്യമങ്ങളിലെ ചോദ്യചിഹ്നമാണ്. എന്തു തന്നെയായാലും വിവാദങ്ങൾക്ക് പുറകെ ഈ അജ്ഞാത മാമ്പഴത്തിനു പിന്നിലെ വസ്തുത രാഹുൽ ഗാന്ധി പറയുക തന്നെ വേണം.